നീയല്ലേ വീട്ടിലേക്ക് വന്നുടനെ സംസാരിക്കാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നത്. അതാ അവള് ചോദിക്കുന്നേ, മറുപടി പറ. നില, മോൾ ആദ്യം ജ്യൂസ് കുടിക്കും. നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. പറ്റില്ല. ഹോസ്പിറ്റലിലുള്ളപ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ വേഗം പറയാമേ. നമ്മൾ ഇവിടെ തന്നെയല്ലേ നിക്ക, തേക്കടിക്കൊന്നും പോണില്ലല്ലോ അല്ലേ? പറയമ്മേ. നമുക്ക് ഇവിടെ തന്നെ കഴിയാമേ, എങ്ങോട്ടും പോവണ്ട. പ്ലീസ് അമ്മേ. നില, അമ്മ പറയുന്ന കേൾക്ക്. മോൾ ആദ്യം ജ്യൂസ് കുടിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല, അമ്മ എന്നെ പറ്റിക്കാം. ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞാലേ ഞാൻ ഈ ജ്യൂസ് കുടിക്കുള്ളൂ. നില, വിജി സമ്മതിച്ചു കൊടുത്തു. വിജി എന്തിനീ ഈ കാര്യത്തിൽ ഇത്ര പിടിവാശി കാണിക്കുന്നേ? എന്ത് പ്രശ്നമാണെങ്കിലും പറയൂ വിജി. ഇല്ല പ്രിയ, അങ്ങനെയൊന്നുമില്ല. നില, വാശി പിടിക്കാതെ ജ്യൂസ് കുടിക്കും പ്ലീസ്. അമ്മ പറയുന്ന അനുസരിക്കില്ലേ? അമ്മ ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലല്ലോ, അപ്പൊ ഞാനും അമ്മ അനുസരിക്കില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞ ഞാൻ ജ്യൂസ് കുടിച്ചോളാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ബോധം കെട്ട് വീഴും, പറഞ്ഞേക്കാം. എന്തായി പറയുന്ന? നില, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എല്ലാ കുട്ടികളും അവർ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വളരെ മനസ്സിന് വിഷമമുണ്ടാക്കും. അതുതന്നെ ആലോചിച്ച് അവർ ഡിപ്രഷനിലേക്ക് പോകും. പറ്റുന്നിടത്തോളം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് തോന്നിയാൽ നമ്മളതങ്ങ് സാധിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കുഞ്ഞല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം. നില, നിന്റെ അമ്മ നിന്നെ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടു പോവില്ല. ഞാൻ നോക്കിക്കൊള്ളാം. മോള് ജ്യൂസ് കുടിക്കും. ഇല്ല, ഞാൻ അമ്മ പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. അമ്മേ, നമുക്ക് എവിടെയും പോവണ്ട അമ്മേ. പ്ലീസ് അമ്മേ. എനിക്ക് ഇവിടെ താമസിക്കുന്നതാ ഇഷ്ടം. എനിക്ക് വേണ്ടി അമ്മേ, പ്ലീസ് അമ്മേ. ഞാൻ പറയണൊന്ന് കേക്കമ്മേ. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ജോളി ജോളി ജോളി. മുത്തശ്ശി, ഉമ്മ ഇവിടെ തന്നെ താമസിക്കാന്ന് പറഞ്ഞല്ലോ. പ്രിയാൻറ്റി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നില, ഇത് കുടിക്കാം. ശരി മോളെ, നീ വാ. മുത്തശ്ശി മോളെ ഉറക്കി തരാം. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ഫ്രഷ് ആയിക്കോളും. കിടന്ന് ഉറങ്ങി കണ്ണടച്ച് കിടന്നു. വിജി, ശരി വിജി, നിലയെ നോക്കിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ. ഓക്കെ? ശരി പ്രിയ. പിന്നെ വിജി, നിന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എന്ത് പ്രശ്നമാണെങ്കിലും നിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. നീ ഒറ്റയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്ത് പ്രശ്നമാണെങ്കിലും വെറുതെ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. നിലയുടെ അവസ്ഥ കണ്ടില്ലേ? നീ ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ള ഒറ്റ വാക്ക് കേട്ടപ്പോ അവളുടെ മുഖത്ത് അത്രയ്ക്ക് സന്തോഷം നമുക്ക് കാണാൻ പറ്റി. അവളിവിടെ താമസിച്ചാലുണ്ടാവുന്ന സന്തോഷത്തെ പറ്റി നീ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് വിജി. പിന്നെ അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അവളുടെ ശോഭനമായ ഭാവിക്കും വേണ്ടിയാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് നീ എപ്പോഴും പറയാറില്ലേ? ഇപ്പോഴും ആ ഒറ്റ കാരണം കൊണ്ട്
നിനക്ക് ഇവിടെ തന്നെ തുടർന്നൂടെ?